ഈവനിങ്. വീട്ടിൽ ബ്രെഡ് ഉണ്ടോ അതുപോലെ തന്നെ മുട്ടയുണ്ടോ ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ ഉണ്ടാക്കിക്കോളൂ. ഉറപ്പായിട്ടും കുട്ടികൾക്ക് എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ് നമ്മുടെ എഗ് സാൻഡ്വിച്ച്. അപ്പോൾ എഗ് സാൻഡ്വിച്ചിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. നിങ്ങൾ എന്തായാലും ഉറപ്പായിട്ടും ഉണ്ടാക്കി നോക്കും എന്ന് വിചാരിക്കുന്നു. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ എഗ് സാൻഡ്വിച്ച് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ 6 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതിനായിട്ട് 3 മുട്ട വേവിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് ബട്ടറും മയോണൈസും ഒരു ചെറിയ സവോളയാണ് കേട്ടോ. അധികം വലിപ്പമുള്ള സവോളയല്ല, വളരെ ചെറിയൊരു സവോളയും ഒരു പച്ചമുളകാണ്. പച്ചമുളകിന് പകരം നിങ്ങൾക്ക് കുരുമുളക് പൊടി യൂസ് ചെയ്യാം. കുരുമുളക് പൊടിയാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ ചതച്ചെടുത്ത കുരുമുളക് പൊടി, ഫ്രഷ് ആയിട്ട് ചതച്ചെടുത്തതാണെങ്കിൽ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, നമ്മൾ വാങ്ങിക്കുന്ന കുരുമുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി യൂസ് ചെയ്യുക. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു സവോള ഒന്ന് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ പച്ചമുളകും ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ മയോണൈസ് ഏത് മയോണൈസും യൂസ് ചെയ്യാം കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ഗാർലിക് മയോണൈസ് ആണുള്ളതെങ്കിൽ ഗാർലിക് മയോണൈസ് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ തന്തൂരി മയോണൈസാണ് യൂസ് ചെയ്യുന്നത്. അല്ലാതെ സാധാരണ മയോണൈസാണ് നമ്മുടെ കയ്യിലുള്ളതെങ്കിൽ, എഗ് മയോണൈസ് ആണുള്ളതെങ്കിൽ എഗ് മയോണൈസ് യൂസ് ചെയ്യാം. അപ്പോൾ അത് നമ്മുടെ കയ്യിലുള്ള മയോണൈസ് ഏതാണോ ആ മയോണൈസ് യൂസ് ചെയ്യാം. പിന്നെ ബട്ടർ എടുക്കുമ്പോൾ സോൾട്ടഡ് ബട്ടറാണ് എടുക്കുന്നതെങ്കിൽ ഇതിലേക്ക് ചേർക്കുന്ന ഉപ്പിൻ്റെ അളവ് ചെറുതായിട്ട് കുറയ്ക്കുക. അൺസോൾട്ടഡ് ബട്ടറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഉപ്പിൻ്റെ അളവ് ആവശ്യത്തിന് ചേർക്കാം. എന്താണെന്ന് വെച്ചാൽ ബട്ടർ ഏതാണെന്നുള്ളതനുസരിച്ച് ഉപ്പിൻ്റെ അളവിൽ വ്യത്യാസം വരുത്തുക. ബട്ടർ ചേർക്കുന്നതനുസരിച്ച് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ലൈറ്റായിട്ട് ബട്ടർ അപ്ലൈ ചെയ്യുന്നുള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപ്പ് ആവശ്യത്തിന് ചേർക്കാം. നമ്മൾ നന്നായിട്ട് ബട്ടർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉപ്പ് കുറച്ച് ചേർക്കുക. ഇല്ലെങ്കിൽ ഉപ്പ് കൊണ്ട് നമുക്ക് കഴിക്കാൻ പറ്റില്ല. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഞാനിതൊന്ന് ചോപ്പ് ചെയ്തെടുക്കട്ടെ. ഇപ്പോൾ നമ്മൾ നമ്മുടെ സവോളയും പച്ചമുളകും നന്നായിട്ട് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനി നമുക്ക് മാറ്റി വയ്ക്കാം. ആദ്യം ഒരു ബൗൾ എടുത്തിട്ട് നമുക്കിതിലേക്ക് നമ്മുടെ മുട്ട മാറ്റി വയ്ക്കാം. മുട്ടയൊന്ന് ഉടച്ചെടുക്കണം. ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കാം, ഇല്ലെങ്കിൽ നമുക്ക് ഉടച്ചെടുക്കാം. ഞാനിപ്പോൾ ഒരു ഫോർക്ക് ഉപയോഗിച്ച് ഒന്ന് ഉടച്ചെടുക്കാൻ പോവാണ്. ഇതുപോലൊരു ഫോർക്ക് ഉപയോഗിച്ച് നമുക്ക് ചെറുതായിട്ടൊന്ന് ഉടച്ചെടുക്കാം. നമുക്കൊന്ന് കടിക്കാനും കിട്ടണം, എന്നാൽ മുട്ട ഒന്ന് ഉടയുകയും ചെയ്യണം. ആ രീതിയിലൊന്ന് ഉടച്ചെടുക്കുക. ഇതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർക്കാം. ഞാനിപ്പോൾ കുറച്ച് എരിവിനായിട്ട് കുറച്ച് കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. നിങ്ങൾ കുട്ടികൾക്ക് കൊടുക്കാനാണെങ്കിൽ കുരുമുളക് പൊടി മാത്രം ചേർക്കുക, പച്ചമുളക് സ്കിപ്പ് ചെയ്യാം. ഇതുപോലെ ഒന്ന് ഉടച്ചിട്ട് കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങളുടെ ചോയ്സാണ് കേട്ടോ, എരിവ് എത്ര വേണം എന്നുള്ളത്. അതനുസരിച്ച് നമുക്ക് കുരുമുളക് പൊടിയോ പച്ചമുളകോ ഒക്കെ ചേർത്ത് കൊടുക്കാം. അതൊക്കെ നമ്മുടെ ചോയ്സ് അനുസരിച്ച് വ്യത്യാസം വരുത്താം. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കട്ടെ. ഞാൻ സോൾട്ടഡ് ബട്ടർ യൂസ് ചെയ്യുന്നുണ്ട്, ഒരുപാട് ഉപ്പ് ചേർക്കുന്നില്ല. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഉപ്പെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ വീട്ടിൽ പൊടിച്ച കുരുമുളക് പൊടിയാണ്, ഒരു 1/4 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. ഇത് രണ്ടും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ 3 സാൻഡ്വിച്ച് ഉണ്ടാക്കാനാണ് 3 മുട്ട എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് 2 മുട്ട എടുത്തിട്ട് 3 സാൻഡ്വിച്ച് ഉണ്ടാക്കാം. മുട്ട കുറച്ച് മതി എന്നുണ്ടെങ്കിൽ. അപ്പോൾ ഫില്ലിങ് കുറച്ചേ വെക്കാൻ പറ്റുള്ളൂ. അതനുസരിച്ച് നമ്മൾ വ്യത്യാസം വരുത്തുക എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. 2 മുട്ടയിലും ചെയ്യാം, 3 മുട്ടയിലും ചെയ്യാം നമുക്ക്. ഇനി നമ്മളിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോളയും പച്ചമുളകും ചേർക്കുക. അതുപോലെ തന്നെ നമ്മുടെ മയോണൈസും ചേർത്ത് കൊടുക്കുക. മയോണൈസ് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നീതാസ് ടേസ്റ്റ്ലാൻഡ് മയോണൈസ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു റെസിപ്പി കിട്ടും. ഇതിപ്പോൾ ഞാനൊരു 2 ടേബിൾ സ്പൂൺ മയോണൈസ് ചേർക്കുന്നുണ്ട്. മയോണൈസും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ മയോണൈസിലും ഉപ്പുള്ളതാണ്, നമ്മുടെ ബട്ടറിലും ഉപ്പുള്ളതാണ്, അപ്പോൾ എല്ലാത്തിലും ഉപ്പുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ അതനുസരിച്ച് ഉപ്പ് ചേർക്കാം കേട്ടോ. ഒരുപാട് ഉപ്പ് ചേർത്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് കഴിക്കാൻ പറ്റില്ല. അതാണ് ഉപ്പിൻ്റെ കാര്യം പ്രത്യേകം എടുത്ത് പറയുന്നത്. ഈ മിക്സ് നമുക്ക് ബ്രെഡിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു സാൻഡ്വിച്ച് ടോസ്റ്റ് ചെയ്തിട്ട് ഉപയോഗിക്കാം, ടോസ്റ്റ് ചെയ്യാതെയും ഉപയോഗിക്കാം. ഞാനിപ്പോൾ ടോസ്റ്റ് ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്കിത് ബ്രെഡിലേക്ക് ഫില്ല് ചെയ്യാം. അതിനുശേഷം നമുക്ക് ടോസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ടോസ്റ്റ് ചെയ്തിട്ട് നമ്മൾ സാൻഡ്വിച്ച് യൂസ് ചെയ്യുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. ടോസ്റ്റ് ചെയ്യാതെ ഉപയോഗിക്കുമ്പോൾ ടേസ്റ്റ് കുറച്ച് കുറവായിരിക്കും. ടോസ്റ്റ് ചെയ്ത് ചൂടോടുകൂടി കുട്ടികൾക്ക് കൊടുക്കുന്നതാണ് കൂടുതൽ നല്ലത്. സാൻഡ്വിച്ച് ഫില്ല് ചെയ്യാനായിട്ട് നമുക്ക് വേറൊരു പ്ലേറ്റ് എടുക്കാം. നമ്മളിപ്പോൾ ഒരു സ്ലൈസ് ബ്രെഡ് വെച്ചിട്ടുണ്ട്. അതിന് മുകളിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന സാൻഡ്വിച്ചിൻ്റെ മിക്സ് വെച്ച് കൊടുക്കുക. അതൊന്ന് നന്നായിട്ട് ബ്രെഡിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഫില്ല് ചെയ്ത് കറക്റ്റാക്കി കൊടുക്കുക. ബ്രെഡിൻ്റെ എല്ലാ ഭാഗത്തേക്കും സൈഡിലേക്ക് ഒരുപാട് ഫില്ല് ചെയ്യേണ്ട. എന്താണെന്ന് വെച്ചാൽ നമുക്ക് സൈഡ് കട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ സൈഡിലേക്ക് ഫില്ല് ചെയ്യേണ്ട. സൈഡ് കട്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സൈഡിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ സൈഡ് കട്ട് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് സൈഡിലേക്ക് അധികം ഫില്ല് ചെയ്യാത്തത്. നിങ്ങൾ സൈഡ് കട്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ സൈഡിലേക്കും കൂടെ ഫില്ല് ചെയ്തെടുക്കാം കേട്ടോ.
അതൊക്കെ നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നതനുസരിച്ച് സൈഡിലേക്ക് ഫില്ല് ചെയ്യണോ വേണ്ടയോ എന്നുള്ളതനുസരിച്ച് വെക്കുക. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത സ്ലൈസ് വെച്ചിട്ട് ബ്രെഡ് കവർ ചെയ്യാം. അതൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ തന്നെ നമുക്ക് സാൻഡ്വിച്ച് കഴിക്കാം. ഇതിന് കൂടുതൽ ടേസ്റ്റ് വരാനാണ് നമ്മൾ ബട്ടർ അപ്ലൈ ചെയ്യാന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ബ്രെഡ് സ്ലൈസിൻ്റെ മുകൾ ഭാഗത്ത് ലൈറ്റായിട്ടൊന്ന് ബട്ടർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒരുപാട് ബട്ടറല്ല, ലൈറ്റായിട്ടേ ഞാൻ അപ്ലൈ ചെയ്യുന്നുള്ളൂ. അപ്പോൾ എൻ്റെ കയ്യിൽ ഫ്രിഡ്ജിലിരുന്ന ബട്ടറാണ്, ഞാൻ നേരത്തെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വയ്ക്കാൻ മറന്നുപോയി. അപ്പോൾ ലൈറ്റായിട്ടൊന്ന് ബട്ടർ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊരു പാനിൽ വെച്ചൊന്ന് ടോസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ടോസ്റ്ററിൽ വെച്ചിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. കുട്ടികൾക്ക് കൊടുക്കാനാകുമ്പോൾ എപ്പോഴും ബട്ടർ അപ്ലൈ ചെയ്തിട്ട് നമ്മളൊന്ന് ടോസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് എന്നും കുട്ടികൾക്ക് ഇഷ്ടപ്പെടുക കൂടുതലായിട്ട്. വലിയവർക്ക് കൊടുക്കാനാണെങ്കിലും ചെറുതായിട്ടൊന്ന് ബട്ടറൊക്കെ അപ്ലൈ ചെയ്തിട്ട് കൊടുക്കുക കേട്ടോ, അപ്പോഴാണ് കൂടുതൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുക സാൻഡ്വിച്ച്. അപ്പോൾ ഇതുപോലെ നമുക്കെല്ലാം റെഡിയാക്കി എടുക്കാം. അതിന് ശേഷം നമുക്ക് പാനിൽ വെച്ചൊന്ന് ചൂടാക്കിയെടുക്കാം, ഒരുപാട് ചൂടാക്കരുത്. അപ്പോൾ ഞാനിതെല്ലാം റെഡിയാക്കി വയ്ക്കട്ടെ. നമ്മളൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചെറുതായിട്ട് ചൂടായി തുടങ്ങുമ്പോൾ നമ്മൾ ബട്ടർ അപ്ലൈ ചെയ്ത് വെച്ചിരിക്കുന്ന സാൻഡ്വിച്ച് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ടോസ്റ്റ് ചെയ്തെടുക്കരുത്, ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് മാത്രം ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക. ഒരുപാട് ചൂടാവരുത് ബ്രെഡ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബ്രെഡ് ബട്ടർ അപ്ലൈ ചെയ്താണ്, കരിഞ്ഞു പോകും ഒരുപാട് ചൂടാക്കിയിട്ടുണ്ടെങ്കിൽ. ഇനിയിപ്പോൾ നമ്മൾ ബ്രെഡ് തിരിച്ചു വെച്ചു. അതൊന്ന് ചൂടായി തുടങ്ങുമ്പോൾ ഈ സൈഡിലും കൂടി ബട്ടർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ കേട്ടോ. വളരെ എളുപ്പമാണ് ഈ ഒരു സാൻഡ്വിച്ച് റെഡിയാക്കാൻ. നിങ്ങൾക്ക് ഈസി ആയിട്ട് തോന്നുന്നുണ്ട് എന്ന് തോന്നുന്നു. ഈസി ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങൾ ഇതുപോലെ സാൻഡ്വിച്ച് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ എന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യണേ. അതുപോലെ കുട്ടികൾക്ക് ഈ ഒരു റെസിപ്പിയൊക്കെ ഇഷ്ടമാവും എന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യണേ. അതുപോലെ തന്നെ ഞാൻ കമൻറ്റ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കണതിന് കമൻറ്റ് ചെയ്യണ്ട കേട്ടോ, ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നേ ഉള്ളൂ. കുറച്ച് ബട്ടർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ചെറിയ ഫ്ലെയിമിൽ വയ്ക്കുക, ചെറിയ ബർണറിൽ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം. ഒരുപാട് കളർ മാറിപ്പോരുത് ബ്രെഡിൻ്റെ, അത് ശ്രദ്ധിക്കുക. ചെറുതായിട്ട് ബട്ടർ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. ഈ സൈഡൊന്ന് ചൂടായി വരട്ടെ. നമുക്കൊന്ന് പതുക്കെ പ്രസ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് പ്രസ് ചെയ്യണ്ട, പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ബ്രെഡിൻ്റെ ഷേപ്പ് ഒന്നും നമുക്ക് മിസ്സായി പോകണ്ടല്ലോ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നു പോയത്. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓളെന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ഇതുണ്ടോ, ബ്രെഡ് ചൂടായി തുടങ്ങിയിട്ടേ ഉള്ളൂ. ഞാൻ ചെറിയ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് നന്നായിട്ട് ബ്രൗൺ കളർ വരണം എന്നുണ്ടെങ്കിൽ നന്നായിട്ട് ബ്രൗൺ കളർ വരുത്താം, പക്ഷെ അതിന് ടേസ്റ്റ് കുറവായിരിക്കും. ചെറുതായിട്ട് ബ്രൗൺ കളർ വരുമ്പോൾ തന്നെ നമ്മൾ പ്ലേറ്റിലേക്ക് മാറ്റുക. ഇളം ചൂടോടുകൂടി തന്നെ കഴിക്കുക. നന്നായിട്ട് ചൂട് മാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യരുത്. ചില റെസിപ്പിയിൽ ഞാൻ പറയാറുണ്ട് ചൂട് മാറിയിട്ട് കഴിക്കുക എന്നുള്ളത്. ഇതൊക്കെ ചൂടോടുകൂടി കഴിക്കേണ്ട റെസിപ്പികളാണ്. അപ്പോൾ നമ്മുടെ വൈകുന്നേരമുള്ള സ്നാക്സ് റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വൈകുന്നേരം നമ്മൾ കൂടുതലും അപ്ലോഡ് ചെയ്യുന്നത് സ്നാക്സ് റെസിപ്പീസാണ്. അപ്പോൾ വൈകുന്നേരം 3 മണിക്ക് എല്ലാ ദിവസവും സ്നാക്സ് റെസിപ്പീസ് അപ്ലോഡ് ചെയ്യാറുണ്ട്. നിങ്ങൾ കാണാറില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സെർച്ച് ചെയ്ത് നോക്കണം. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്നുണ്ടെങ്കിൽ കേട്ടോ. ഇതുണ്ടോ, ഈ ഒരു കളറൊക്കെ ആകുമ്പോൾ നമുക്ക് പാനിൽ നിന്ന് മാറ്റാം. ചെറുതായിട്ടൊന്ന് കളർ മാറിയാൽ മതി എന്ന് പറഞ്ഞത് ഇതാണ്. ഇത്രയും കളർ മാറിയാൽ മതി, ഒരുപാട് അങ്ങോട്ട് കളർ മാറിപ്പോകണ്ട. ഇതുപോലെ നമുക്ക് എല്ലാ ബ്രെഡും ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ ബ്രെഡ് സാൻഡ്വിച്ചിൻ്റെ പരിപാടി. അപ്പോൾ ഇതുപോലെ ഞാൻ എല്ലാ ബ്രെഡും ചെയ്തെടുക്കട്ടെ. ഞാനിത് പ്ലേറ്റിലേക്ക് മാറ്റട്ടെ. അപ്പോൾ നമ്മുടെ സാൻഡ്വിച്ചസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ സൈഡൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്ന് കോർണർ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതുപോലെ പ്രസൻറ്റ് ചെയ്യാം, സൈഡ് മാത്രം കട്ട് ചെയ്തിട്ട് പ്രസൻറ്റ് ചെയ്യാം. അതൊക്കെ നമ്മുടെ ചോയ്സ് അനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും കുട്ടികൾക്ക് പ്രസൻറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് നമ്മുടെ അടുത്തൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.